കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രീ ഫയറിൻ്റെ ഒരു സാമ്യം തോന്നിക്കുന്നൊരു പ്രത്യേക ഒരു ഗെയിമുമായിട്ടാണ്. ഗെയിമിൻ്റെ പേര് വേറെ ഒന്നുമല്ല, അർബൻ ഹീറ്റ്. അപ്പോൾ അർബൻ ഹീറ്റിനകത്ത് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാണ് എൽ കൊമോഡിനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ എല്ലാം നമ്മൾ കാണണമെങ്കിൽ അതിൽ പിടിച്ചേക്കാൻ മതി. യഥാർത്ഥ പേരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് യഥാർത്ഥ പേരാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫുൾ നെയിം ഡൈജോ റോജസ് എന്നാണ്. ഇപ്പോൾ റോജസ് നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ. റോജസിനെ ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഇതൊക്കെ ഞാൻ വാങ്ങിയതല്ല, റാങ്കിൻ്റെ കൂടെ ഞാൻ കിട്ടിയാണ്. ഇത്ര ഇപ്പം എനിക്ക് റാങ്ക് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഗൈസ്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഇതാണ് ഗൈസ്. ഇത് ഹെവി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പണ്ട് ഇതിനകത്ത് ഡോമിനേഷൻ എന്നാണ് പറയാറുള്ളത്. ശബ്ദം കൊടുക്കാൻ നമുക്കിതിനകത്ത് ഏത് ഈവൻറ്റിലാണ് നമുക്ക് ഇല്ല. ടീം ഡെഡ് മാച്ച് ഉണ്ട്, കിൽ കൺഫേംഡ് ഉണ്ട്, ഹാർഡ് പോയിൻ്റ് ഉണ്ട്. ഹാർഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇല്ല ഒരു സ്ഥലം അവർ തരും. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാവരും കൊന്നതിന് നമുക്ക് ഇത് കിട്ടും, നമുക്ക് പോയിൻ്റ് കിട്ടത്തുള്ളൂ. കിൽ കൺഫേംഡ് നമുക്ക് ചറ പറയാമെന്ന് പറഞ്ഞ് ബോംബും അതും ഇതും എല്ലാം വാരി എറിഞ്ഞ് ഒറ്റ പൊട്ടിക്കലായിരിക്കും ഗൈസ്. പിന്നെ ടീം ഡെഡ് മാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ടീം മുഴുവനായിട്ടൊരു ടീമായിട്ട് പോയിട്ട് മുഴുവൻ അടിച്ചങ്ങ് പറകണേന്. അതിൻ്റെ ബാക്കിലാണ് മുടത്തലയുടെ ബാക്കിലാണ്ട് ഒരു എക്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. സെറ്റ് തന്നെ. ഗൺസിലോട്ട് വരെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇങ്ങനെയാണ് ഈ ഗണ്ണിൻ്റെ കോല. അതിനെ ഞാൻ ഇതേപോലെ ആക്കി എടുത്തു. ഭയങ്കര പൈസ വേണം ഗൈസ്. കണ്ട ഗൺ സ്മിത്തിൻ്റെ അടുത്ത് പോയാലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഓരോ ഗണ്ണും ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ സെറ്റ് ഗൺ. ഇതൊരു മിനി ഗൺ പോലത്തെ ഒരു ഗണ്ണാണ്. അതെ, സ്ലൈറ്റ് മിഷൻ ഗണ്ണാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഗണ്ണുകളെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇത്രയൊന്നും അല്ല, മുഴുവൻ കുറേ ഗണ്ണുകളുണ്ട്. ഇതാണ് ഗ്യാങ് റൂഡ്. ഞാൻ എത്ര ലെവല്, ഞാൻ ഒരു ലെവൽ തൊട്ട് ഞാൻ ഇപ്പോൾ 1755 ലെവൽ വരെ ആയി. അപ്പോഴത്തേക്കാണ് എനിക്കിതൊക്കെ കിട്ടുന്നത്. ഞാൻ കൂടെ നമ്മളെ റാങ്കിഡ് മാച്ചാണ് ഞാൻ കളിക്കുന്നത്. ടീം ഡെത്ത് മാച്ച് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കിൽ കൺഫേംഡ് അങ്ങനെയാണ്, ഹാർഡ് പോയിൻ്റ് ആയാലും അങ്ങനെയാണ്. പക്ഷേ റാങ്കിഡ് മാച്ച് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്ന. സീസൺസ് നമുക്ക് നോക്കാം. റാങ്കിഡ് മാച്ചിൻ്റെ അകത്ത് മാത്രം ബ്രൗൺസ് ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ സിൽവർ എത്തിയിട്ടുണ്ടല്ലേ, സിൽവർ ഇനി ഗോൾഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലാന്റീനിയം ഉണ്ട്, പിന്നെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാസ്റ്റർ. ഓക്കെ, പ്രോ ഹീറ്റാണ് ഈസ് അത്. അപ്പോൾ നമുക്ക് പ്രൈമറി ഗണ്ണും ഉണ്ട്. കുറേ പ്രൈമറി ഗൺസ് ഉണ്ട്. പോയിസ് അധികം നമുക്ക് താമസിക്കേണ്ടല്ലേ. കോൺട്രാക്ട്സിൻ്റെ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിവാർഡായിട്ട് കിട്ടും. പിന്നെ ബ്ലാക്ക് മാർക്കറ്റിനകത്ത് പോയി സ്റ്റോക്ക് മറ്റേ ബോംബുകളൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ നമുക്ക് നമുക്ക് ഒരു പെറക്സും പെറുക്കാൻ വേണ്ടിയില്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് പുള്ളിക്കാരൻ്റെ സൂപ്പർ പവർ, അൾട്ടിമേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോന്നാണ്. ചിലവർക്ക് തീ വരും. കണ്ട, അവനിക്കും ഫയറാണ്. പ്രൈമറി അതേ ഇതുകൊണ്ട് ഇത് മെയിനാണ്. ഇത് അൾട്ടിമേറ്റ്. പ്രൈമറി ആണെന്ന് വെച്ചാൽ വേറെയാണ്. കുറേ പേർക്ക് തീ, കുറേ പേർക്ക് മറ്റേ പ്രൊട്ടക്ഷൻ, കുറേ പേർക്ക് ആൾക്കാരെ ചുമരിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഫയറാണ് കേട്ടോ. സംഭവം നമ്മൾ പറയണ്ടല്ലേ. ഗെയിമിലോട്ട് കടക്കാൻ പൈസയൊക്കെ നമുക്ക് മറ്റേ അംബാനിയുടെ മോനാണ് നമ്മളിൻ്റെ അകത്ത്. മാച്ച് ഇപ്പോൾ തന്നെ ഫൗണ്ട് ആവും. ഫൈനലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 പേര്
ഇല്ല നമ്മൾ എത്ര പേരുണ്ട്? എൻ്റെ പോലത്തെ 4 കോപ്പികളുണ്ട്. കോപ്പികൾ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റാങ്കിഡ് മാച്ച് റാൻഡാണ്. എല്ലാം നമ്മൾ കിട്ടും. ടീം ഡെത്ത് മാച്ചും കിൽ കൺഫേംഡും ഡോമിനേഷൻ അതിൻ്റെ അകത്ത് തന്നെ കാണും ഗൈസ്. ഡോമിനേഷൻ്റെ കൂടെ കിട്ടും. ഡോമിനേഷൻ പോയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഡോമിനേഷൻ നമ്മൾ ABC എന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ ചെയ്യാനാണ്. നമ്മളെ വെടിവെക്കാനൊക്കെ വരുന്നുണ്ട്. ഉമ്മച്ചി ഇന്ന് തൊട്ട് സൈഡിൽ തന്നെ ഒരു ഭ്രാന്ത്. അവനവിടെ ഗായ്സ് എന്നെ അവൻ കൊന്നു ഗായ്സ്. കില്ലൊക്കെ നമുക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. നമ്മളെ ടീം 4 ഇത് ഇപ്പം 5 കാണും. ഞാനാണ് കൂടുതലും എടുക്കുന്നത്. ഉമ്മച്ചി അത് ആരടാ? എന്നെപ്പോലെ വേറെ ഒരുത്തനായിരുന്നു അപ്പുറത്തെ ടീമിലുള്ള. നമ്മളെ കൂടെ ഇതേപോലത്തെ അങ്ങാണ്ടി തൊലിയമാര് തന്നെ. ഞാൻ മോളിൽ കയറി അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട കൂടുതലും. നിന്നെ നീ കിട്ടിയതാ വാങ്ങാണ്ടി പോയി. ഒറ്റക്ക് നല്ലത് തന്നെ. ഏറെ കിട്ടിയിട്ടുണ്ടല്ലേ? അയ്യോ ഏറെ കിട്ടിയിട്ടില്ല. ഏറെ കിട്ടിയിട്ടുണ്ട്. ഉമ്മച്ചി അമ്മരെല്ലാം കൂടെ ഒരേ കണക്കിനിങ്ങനെ സ്പ്ലോൺ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊരു ചെയ്യാൻ പറ്റും? ബോംബൊക്കെ ഒന്ന് വിതറിക്കോട്ടെ. ബോംബുണ്ട്. ബോംബൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം നമ്മളതിലിരിക്കണതൊക്കെ തൊയ്യണ ബോംബുകളാണ്. ഇല്ലിന് പോടാ. ഒരുത്തനിക്ക് തന്നെ ബോംബിന് പകർന്നും അറിയത്തില്ലെന്ന്. പൊട്ടിച്ച് നീ എന്നെ ഒരു പ്രാവശ്യം കൊന്നതിന് ഞാൻ നിന്നെ 300 പ്രാവശ്യം ഞാൻ നിന്നെ കൊന്നു. മീറ്റ് പോകുന്നുണ്ട്. മീറ്റ് ബോൾ എന്നാൽ ആദ്യം എനിക്ക് നിന്നെ തീർക്കണം. പിന്നെ ഇല്ല ഏറെ തീർക്കും. ഓഹോ തന്നെ. അയ്യോ എനിക്ക് പേടിയാണ്. ബാക്കിൽ നിന്ന് ആരും വെടിവെച്ചാ എൻ്റെ മോളെ ഇരിക്കണ ഏറെയാണ്. ആരും മോളിലത്തൊരു ബോംബ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അമ്മമാർ അവിടെ കിടന്ന് പരക്കം പോയി. നമ്മളെ ടീമിൽ വിക്ടറി. ആണ്ടേ റാങ്കിഡ് മാച്ച് ഇതാ. നെക്സ്റ്റ് ബാറ്റിൽ നമ്മളിതാ തുടങ്ങുകയാണ്. ഏകദേശം നമുക്കൊരു 3 ബാറ്റിൽ. അടുത്തൊരു ബാറ്റിലും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബന്ധം നമുക്കൊന്ന് നിർത്തേണ്ടി വരും. നിർത്തണം. USA to ദുബായ് കയറാൻ പോളാൻ കൊണ്ട് ഞാൻ അത് മറ്റേ ഫ്ലൈറ്റ് ഓടിക്കുന്നവരെ എടുത്തിട്ടേക്കാണ്. എന്തായാലും പറയാനെന്ന് നോക്കിയാണ്. ക്യാരറ്റല്ല അടുത്ത കളി ക്യാരറ്റല്ലോ. ഓക്കെ ക്യാരറ്റലാണ്. ക്യാരറ്റലൊക്കെ എൻ്റെ സ്വന്തമാണ്. അവന്മാർ എൻ്റെ ഗ്യാങ് ഹൗസിൻ്റെ അകത്ത് 12 മണി ഉണ്ടാക്കാൻ പോണ. ഇപ്പം കാണിച്ചു തരാല്ല. ഒരുത്തൻ്റെ കൂടെ പണ്ടേ മറ്റേ ഞാൻ ജയിച്ചിട്ട് പിന്നെ ഇപ്പം ക്യാരറ്റൽ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അല്ലേ പ്രൈമറി ആണ് ഈ താഴെ കാണിക്കുന്നത്. 17 എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്നുണ്ടല്ലോ. മൂട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. ഈടോ അവന്മാര് ശ്രമിക്കറാ. ഭയങ്കര ശ്രമിക്കുന്നു. ഭയങ്കര ശ്രമിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞാൽ എല്ലാം നാറികളെ ഞാൻ കൊന്ന് ഞാൻ അടിച്ച് അമ്മരെ അണ്ണാക്കിൻ്റെ അതിനായിട്ട് കയറ്റി കൊടുക്കുന്നത്. എവിടെടാ? ഒരുത്തനെ കാണാൻ കിട്ടിയിട്ടല്ലേ? ആണെങ്കിൽ അങ്ങനെ നടക്കത്തില്ലല്ലേ? ഈ പെണ്ണിനെ തന്നെ കൊല്ലാൻ കിട്ടുന്ന ജപ്പാനീസിലെ പ്രത്യേകമായിട്ടുള്ള നമ്മളിത് സന്യാസിമാരുടെ സ്ഥലത്തേക്ക് നമ്മളത് സന്യാസിയുടെ പാത്രമൊന്നും വേണ്ട. ഇവിടെ യേശുക്രിസ്തുവിനെ ആ സ്ഥലം ഞാൻ കാണിച്ചായിരുന്നോ? ഞാൻ കാണിച്ചുതരാം. കൂടെ നമുക്ക് 2 കില്ലും കൂടെ അങ്ങ് എടുക്കാം. യേശുക്രിസ്തുവിനെ വരെ അമ്മാരി അസ്ഥി കൂടെ ആക്കി തല വെച്ചേക്കണേ. വയസ്സ് എന്തൊരു പറയാനാണെന്ന് നോക്കിയോണേ. കാണിച്ചുതരാൻ മറന്നുപോയി. കുറച്ച് ദിവസമായല്ലോ. അതിങ്ങോട്ടാണ് ഞാൻ കാണിച്ചുതരാം. യേശുക്രിസ്തുവിൻ്റെ തല വെച്ചേക്കണുണ്ട.
നമ്മളെ മീറ്റ് ബോൾ നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. യവന്മാരെ ദൈവം ഇതാണ്. ദൈവത്തിൻ്റെ 3 പറ്റിച്ചെടുക്കണം. ആഹാ അവിടെ അങ്ങ് ഒളിച്ചങ്ങ് ഇരിക്കുകയാണ് കൊച്ചു കല്ല്. പെണ്ണും പുള്ളേ അടിച്ച് തീർത്ത് തന്നടാ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ മാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ടുണ്ട്. ഒരു മാങ്ങ തൊലി. പൊട്ടി എൻ്റെ പൊട്ടി ആരൊക്കെ മരിച്ചിട്ടുണ്ട്. ഒരാളങ്ങനെ മരിച്ചിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ആൾക്കാരുള്ള സമയത്ത് തന്നെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. വെറും 16 കില്ലോ റീകണക്റ്റ് ആക്കല്ലേ പൊന്നേ. കരളിൻ്റെ കരളല്ല. We are the baby. We are the കുണ്ട. We are the കുട്ട. നിനക്ക് എന്തരാണതാ മണ്ട. ആരടിക്കോടെ അവൻ്റെ മരസ്രാവ്. അല്ല എവളൊക്കെ എപ്പോഴും പ്ലിസ്റ്റലും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളൂ. അയ്യോ അയ്യോ ഇല്ലെന്നെ കൂട്ടിയാൽ കൂടൂലേ. ഇഷ്ടമല്ല ബാക്കിലുണ്ട് ഇട്ട് ഞാൻ പൊട്ടിച്ചു തരാം. കളയായ ഗൺസിൽ അവിടെ കിടന്നങ്ങനെ അങ്ങ് കറങ്ങിയേട്ടാ. അടുത്ത ആരെ കണ്ടിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും കൊല്ലാൻ വേണ്ടി അവിടുത്തെ വായു ശ്വസിച്ചോണ്ടിരിക്കണം. എന്നെ ആക്രമിക്കാൻ വേണ്ടി മീറ്റ് ബോൾ എന്നാ അവിടെ നിന്ന്. നീയായിരുന്ന നീ എവളായിരുന്ന. ഒരു മാച്ച് അല്ലെങ്കിൽ വേണ്ട. നമുക്ക് 2 മാച്ച് തന്നെ എടുക്കാം. ഇപ്പോൾ തന്നെ ടൈം അപ്പായിട്ടുണ്ട്. നെറ്റൊക്കെ കുറച്ച് കൂടുതൽ വേണം. പക്ഷെ നമുക്കിവിടെ അൺലിമിറ്റഡ് വൈഫൈ ആണ്. പോയി സർത്തിൽ ഇടേറ്റായിരിക്കും. ഗുഡ് ബൈ.